വളരെ സജീവമായിക്കൊണ്ട് തന്നെ കേരളത്തിലെ കോഴിക്കോടും അതുപോലെ തന്നെ വയനാടൊക്കെ സൈബർ ടീം ഡൽഹിയിലെത്തി. ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ നിന്നാണ് ഈ പ്രതികളെ കണ്ടെത്തിയതെന്നുള്ളതാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ കേരള പോലീസിൻ്റെ മികവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും ഒരു ഭരണമാറ്റത്തിനോടൊപ്പം പുതുയുഗത്തിലേക്ക് കേരള പോലീസും യാത്ര ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട് സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് സൈബർ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം. ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാത്ത ഒരു സ്ട്രോങ് ലേഡിയാണ് നമുക്കൊപ്പം ചേരുന്നത്, വിദ്യാ ബാലകൃഷ്ണൻ. നമുക്കറിയാം, കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത്. ഇപ്പോൾ ആ പ്രതികളെ പിടികൂടിയിരിക്കുന്നു 20 ദിവസങ്ങൾക്ക് ശേഷം. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു അത്ഭുതകരമായി തോന്നിയ ഒരു തട്ടിപ്പിൻ്റെ കഥയാണത്. തീർച്ചയായിട്ടും അതൊരു വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് അവർ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് പല MLA-മാരെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും വലിയൊരു സന്തോഷം അതിൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. സാധാരണഗതിയിൽ ഇത്തരം സൈബർ തട്ടിപ്പുകൾ വരുന്ന സമയത്ത് ആരെങ്കിലും പണം കൊടുത്താലും, ഇതെന്നല്ല പല കേസുകളിലും സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പം പണം നഷ്ടപ്പെട്ട ആളുകൾ ചിലപ്പോഴത് പുറത്ത് പറയാറില്ല. ചില സമയങ്ങളിൽ പരാതി കൊടുത്താൽ പോലീസിന് ആ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാറില്ല. പ്രതികളെ പലപ്പോഴായിട്ട് നമുക്ക് കിട്ടാറില്ല. ഇതൊരു ഫോൺ നമ്പർ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ചും കോഴിക്കോട് കമ്മീഷണറുടെയൊക്കെ ഒരു വലിയ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. ഈ വിഷയം ഉണ്ടായ അന്ന് ഈ മാസം 6-ാം തീയതിയാണ് കോൾ വന്നത്. 6-ാം തീയതി കോൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ വിഷയം കമ്മീഷണറായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം മുതൽ അദ്ദേഹം ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2-3 ദിവസം കഴിഞ്ഞു വാർത്തയ്ക്കും വന്നു അത് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും പിന്നെ ഫോളോ ചെയ്യാൻ കഴിയാതൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സജീവമായിക്കൊണ്ട് തന്നെ കേരളത്തിലെ കോഴിക്കോടും അതുപോലെ തന്നെ വയനാടൊക്കെ സൈബർ ടീം ഡൽഹിയിലെത്തി. ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ നിന്നാണ് ഈ പ്രതികളെ കണ്ടെത്തിയതെന്നുള്ളതാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ കേരള പോലീസിൻ്റെ മികവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തട്ടിപ്പ് പലതരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ പലപ്പോഴും സാധാരണക്കാരാണ് വീഴാറ്. ഇതൊരു MLA, മന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു വനിത, അവരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരിലേക്ക് ഒരു തട്ടിപ്പ് സംഘം, അതും പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസ് എന്ന പേര് പറഞ്ഞ്, ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അത്തരം ആ ഒരു വിഷയം വന്ന ഉടനെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിൽ തന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കോള് വന്നു എന്ന് പറയുകയാണ് ഉണ്ടായത്. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നു, കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഇതിൻ്റെ അടുത്ത നടപടി എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ലീഗൽ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണോ അത് പോലീസാണ് ചെയ്യേണ്ടത്. പോലീസും കോടതിയും അതിൻ്റെതായിട്ടുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ പെറ്റീഷണർ എന്ന രീതിയിലുള്ള എല്ലാ സഹകരണവും പോലീസിനോട് എൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം കൂടി വ്യക്തമാകുകയാണ്, കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച്. പലപ്പോഴും പല കേസുകളും അവർ തെളിയിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കേസിൽ ശക്തമായി രംഗത്ത് വരും. 20 ദിവസങ്ങൾക്കകം തന്നെ, നേരെ സൂചിപ്പിച്ചപ്പോൾ തന്നെ, ഫോൺ നശിപ്പിച്ചു, സിം കാർഡ് നശിപ്പിച്ചു, എന്നിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, കേരള പോലീസ് ശരിക്കും ഒരു ഭരണമാറ്റത്തിനോടൊപ്പം പുതുയുഗത്തിലേക്ക് കേരള പോലീസും യാത്ര ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട് സൈബർ സൈബർ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏതായാലും വിദ്യാഭ്യാസ ഭാഗത്ത് അവസാനം വന്നിരിക്കുന്ന രാഷ്ട്രീയമായ ഒരു മറുപടി കൂടിയാണ്. UDF സർക്കാരിൻ്റെ നേട്ടമായിട്ട് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. ഏതായാലും ഒരു തട്ടിപ്പിൻ്റെ കഥയാണ്. കാരണം ഒരു MLA ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ അവരെ ഇരയായി കണ്ടെത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കേരള പോലീസ് കൃത്യമായി തന്നെ ഇടപെടുകയും അതിലെ പ്രതികൾ എന്ന 2 പേരെ കണ്ടെത്തുകയും അവരെ കോഴിക്കോട്ടേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇതൊരു മാതൃകയായി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ സൈബർ തട്ടിപ്പുകൾ അനുദിനം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി പോലീസ് ഇടപെട്ടാൽ അതിലെ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തത്. ഏതായാലും വിദ്യാ ബാലകൃഷ്ണനൊപ്പം അതോടൊപ്പം തന്നെ ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.